ഒരു നിമിഷം പ്രാർത്ഥിക്കും. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നിയോഗവും സാവകാശവും തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പകൽക്കാലത്തിന്റെ അനുഗ്രഹീത നിമിഷത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ചെയ്തുന്ന ഉപകാരങ്ങൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിരിക്കുന്നവർ, ദൈവമേ, ഇതിനോട് ചേർന്നിരിക്കുന്നവർ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഇപ്പോൾ നിറയട്ടെ, വചനത്തിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. കർത്താവിന്റെ സഭയോടുള്ള കൂട്ടായ്മയുടെ ഐശ്വര്യത്തിൽ ഈ പ്രിയപ്പെട്ടവർ ആത്മസന്തോഷത്തിലാകട്ടെ. ദൈവകൃപയുടെ ഉന്നതമായ അവസ്ഥയിൽ ഇവർ അഭിഷേകത്തെ സ്വീകരിക്കട്ടെ. അനന്തമായ സ്നേഹത്തിന്റെ അനുഭവത്തിൽ പ്രബലപ്പെടട്ടെ. അശുദ്ധിയിൽ നിന്നും, ദുഷ്ടതയിൽ നിന്നും, പാപത്തിൽ നിന്നും, അന്ധകാരത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വചനം നൽകണമേ, ഞങ്ങൾക്കൊരു അനുഗ്രഹം നൽകണമേ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും എല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമുക്കൊരു വചനം പരിശുദ്ധാത്മാവ് നൽകുന്നത് ചേർന്ന് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇത് ഒരു അറിവും ആശ്വാസത്തിന്റെ ഒരു വചനവുമാണ്. അറിവെന്താണ്? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ വഴി നടത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട്. അത് പൂർത്തീകരിക്കുന്നത് പരിശുദ്ധ റൂഹയാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധ്യമാകുന്ന വസ്തുതയാണത്. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ കാര്യസ്ഥൻ ഇവിടേക്ക് വരും, പരിശുദ്ധ റൂഹ ഇവിടേക്ക് വരും, പരിശുദ്ധ റൂഹ നിങ്ങളോടുകൂടെ വസിക്കുമെന്നെല്ലാം പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചു. ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു. ദൈവമക്കളെ, നിങ്ങളിപ്പോൾ ഏത് പ്രതിസന്ധിയിലും, ഏത് വേദനയിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വചനം പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് പറയുന്നത്. കരുതുന്ന ദൈവത്തിന്റെ സ്നേഹവും കരവും ഇപ്പോഴും ഈ ഭൂമിയിൽ നീട്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ആ കരുതുന്ന കരം എന്ന അനുഭവത്തിൽ എത്തിച്ചേരാൻ പറ്റാത്തത്? ലേഖനം നമ്മോട് പറയുന്നുണ്ട്. ശ്ലീഹാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മോട് പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ അനേക ആളുകളുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ സത്യം അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണ് തുറക്കപ്പെടുന്നു, പിശാചി വിട്ടുമാറുന്നു, ദൈവത്തിന്റെ കരുതുന്ന കരം കാണാനായിട്ട് സാധ്യമാകുന്നു. അതൊരു അറിവാണ്. ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ എഴുതിത്തരുന്ന, ഒരിക്കലും മാഞ്ഞു പോകാൻ ഇടവരാത്തതും പാടില്ലാത്തതുമായ ഒരു വലിയ സത്യം. ദൈവത്തിന്റെ കരുതുന്ന കരം നമ്മുടെ അരികിലുണ്ട്. ഒന്ന് ചേർന്ന് എല്ലാവരും പറയാമോ? ഹല്ലേലൂയ. നമ്മെ കരുതുന്ന ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസത്തിലും വേദനയിൽ നിങ്ങൾ ബാക്കി ഒരു സ്ഥലത്തും പോയി ഭാരപ്പെടേണ്ടതില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ ജീവിതം സമർപ്പിച്ച് അനുദവിച്ച് പാപമേറ്റു പറഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക. അവൻ കരുതുന്ന ദൈവമാണ്. അവന്റെ കരം നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ ആ കരുതുന്ന കരം കണ്ടിട്ട് വെറുതെ ഇരിക്കുകയല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ടെൻഷനും ഭാരവും പ്രയാസവും എല്ലാം അവനിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അത്ഭുതത്തിന്റെ വഴി തുറക്കപ്പെടുകയാണ്. അപ്പോൾ 1, നിങ്ങൾക്ക് കാണാനുള്ള കണ്ണ്, 2, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വരം. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയാൻ
പറയാനുള്ള അഭിഷേകം നിങ്ങളിങ്ങനെ പരിശുദ്ധ സഭയുടെ ഐശ്വര്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വിശുദ്ധിയിലേക്കും ചേർക്കപ്പെടട്ടെ. ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും, പൈശാചിക ശക്തികൾ മാറും, നിങ്ങൾക്കൊരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാകും, ദൈവത്തോട് ചേരാൻ ഒരു അഭിഷേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വലിയ കരം കാണുവാൻ, കരുതുന്ന, വഴിനടത്തുന്ന, സംരക്ഷിക്കുന്ന, മുന്നോട്ട് നടത്തുന്ന വലിയ കരം കാണുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വലിയ അഭിഷേകത്തെ ഈ നേരം ചൊരിയണമേ. സ്വർഗം തുറന്നിരിക്കുന്നതും മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന അതിവിശുദ്ധമായ സാന്നിധ്യം കണ്ടുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ ആത്മജീവിതത്തിൽ ബലപ്പെടാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആത്മീയ ജീവിതം പ്രബലപ്പെടട്ടെ, ശക്തി പ്രാപിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏത് പ്രയാസത്തോടുകൂടെയാണ്, വേദനയോടുകൂടിയാണ് ഈ പ്രിയപ്പെട്ടിരിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സകല പൈശാചികമായ ബന്ധനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗാത്മാക്കളും സകല ദുഷ്ടതകളും പൈശാചിക ശക്തികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദിവസേന 2 ശുശ്രൂഷകൾ നമുക്കുണ്ടല്ലോ. പകൽ നേരത്തുള്ള ഈ 2 മണി നേരത്തുള്ള ഈ ചെറിയ പ്രാർത്ഥനാ യോഗവും വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ യോഗവും, 2 യോഗങ്ങളും ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകല പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഹല്ലേലൂയ.